പെൻസിലൂടെ Good morning all. Good morning. Good morning. Good morning. Good morning, ma'am. Yeah, good morning. Good morning, ma'am. How are you all? Fine. Fine. I'm fine. Yeah. Okay. Goodbye. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമുക്ക് ആഡ്വേർബും എല്ലാതും കംപ്ലീറ്റ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയോ? മാം നമ്മൾ അഡ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അഡ്ജക്റ്റീവ് സ്റ്റാർട്ട് ചെയ്തോ? കഴിഞ്ഞല്ലോ. വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഇത് മൂന്നും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അഡ്ജക്റ്റീവിന്റെ നോട്ട് മാം തന്നില്ലായിരുന്നു നമുക്ക്. നോട്ട് തന്നില്ലേ? ഇല്ല, ആഡ് വെർബ് ആയിരുന്നു ഇട്ടിരുന്ന. കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സിന്റെ കൂടെ ആഡ് വെർബ് ആയിരുന്നു ഇട്ടിരുന്നു. അഡ്ജക്റ്റീവിന്റെ ഇല്ലായിരുന്നു നോട്ട്. കിട്ടിയില്ല. ആർക്കും നോട്ട് ഞാൻ തന്നില്ല അഡ്ജക്റ്റീവിന്? ആരെങ്കിലും? അഡ്ജക്റ്റീവ് നോട്ട് കിട്ടിയല്ലോ. കിട്ടി അല്ലോ. കൊടുത്തിട്ടുണ്ടോ? നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചോദിക്കാം. ഓക്കെ. ആഡ്വേർബ്, അഡ്ജക്റ്റീവ് എല്ലാം കൂടെ കഴിഞ്ഞു. ആ പോർഷൻ കംപ്ലീറ്റ് ആയി. മോക്ക് ടെസ്റ്റ് കിട്ടിയിരുന്നില്ല എല്ലാവർക്കും? കഴിഞ്ഞു. ഓക്കെ, മോക്ക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അവർക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? യെസ്. ഓക്കെ. ഓക്കെ, ക്ലിയർ. തൊയ്ബ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ മാഡം. Okay. Moving on to next topic. Next preposition. Okay. നോക്കുന്നതാണ് preposition ആണ് നോക്കുന്നത്. Okay, clear. Preposition എന്തൊക്കെയാ നോക്കൂ ഇവിടെ. ഡബിൾ ഉള്ളതെല്ലാം നമുക്ക് prepositions ആണെന്ന് പറയും. ഇതല്ലാത്ത ഒരുപാട് prepositions ഉണ്ട്. അപ്പോ നമ്മൾ കുറച്ച് മാത്രമേ നോക്കുന്നുള്ളൂ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമുള്ളത്. ഓക്കെ, ഇവിടെ നോക്കി എക്സാമ്പിൾ നോക്കി. The cat is sitting under the table. ഇവിടെ ഏതാ preposition ഏതാ? under ആണ്. ഓക്കെ, under. Yeah, okay. Next one നോക്കൂ. I get up in the morning before 6 o'clock. ഇവിടെ ഏതാണ് preposition? ഏതാണ്? നിങ്ങൾ സംസാരിക്കൂ, ഇന്ററാക്ട് ചെയ്യൂ. ഓക്കെ, before. ഓക്കെ, ക്ലിയർ. നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. മിസ് പ്രീപോസിഷൻ എന്താന്ന് പറഞ്ഞില്ല. പ്രിപ്പോസിഷൻ എന്താണെന്നോ? പ്രിപ്പോസിഷൻ എന്താണെന്ന് ആർക്കും അറിയില്ലേ? അറിയില്ല. ഇൻ, ഓൺ, ആക്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? അതെല്ലാം എന്താണ്? പ്രിപ്പോസിഷൻസ് ആണ്. ഓക്കെ, അതായത് ഒരു റിലേഷൻ മീൻസ് എന്താണ് ആ വേർഡില്. ഇപ്പോ the cat is sitting under the table അല്ലെ? under the table എവിടെയാണ് ഇരിക്കുന്നത്? ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്.
Okay, a word or a group of words that comes before a noun or pronoun. Okay, a noun phrase to show the relationship between another word in a sentence. Okay, sentence ഉള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ്, റിലേഷൻ കാണിക്കാനാണ് എന്ത് നമ്മുടെ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ അതെന്ത് ആവാം, എന്താ ഷോ, ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ, അങ്ങനെ എന്തും. ഓക്കെ, അങ്ങനെ എല്ലാവരും എന്താ ഒരു റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ടൈം പറയാനായിട്ടും നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, ടൈം പറയാൻ യൂസ് ചെയ്യാറുണ്ട്, അതൊരു പ്ലേസ്, ഒരു ലൊക്കേഷൻ പറയാൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മനസ്സിലായില്ല? ഇപ്പോ നമ്മൾ എന്താ ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലെ, നൗൺ ആണ്. അതുപോലെ നൗണും ഇപ്പൊ പ്രോൺ ആണ്. ഇപ്പൊ ബി, അടുത്തൊരു എക്സാമ്പിൾ നോക്കി, ഐ എന്ന് പറയുന്നത് എന്താണ്, അതും ഒരു പ്രോണൗൺ ആണ്. ബി എന്ന് പറയുന്ന പ്രോണൗൺ ആണ് അല്ലെ. ഇപ്പൊ നൗൺസിനെയും പ്രോണൗൺസിനെയും അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഫ്രേസിനെയും എന്താ അതിനൊക്കെ ഒരു എന്താ ഒരു ഷോസ് ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ്, ടു ഇൻട്രൊഡ്യൂസ്, ഇൻട്രൊഡക്ഷൻ ഓർ ആൻ ഒബ്ജക്ട് എന്നൊക്കെ പറയില്ലേ, ഒരു മെയിൻ ആയിട്ട് റിലേഷൻ കാണിക്കാനായിട്ട്. ഓക്കെ, അത് എന്താണ്, ഇപ്പൊ എന്തെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുകയാണ്, എവിടെയാ ഇരിക്കുന്നത്. ഇപ്പോ കാറ്റ് എന്ന് പറഞ്ഞു, കാറ്റ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. ഇപ്പോ സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ, താഴെയാണ് ഇരിക്കുന്നത് സൂചിപ്പിക്കാനാണ് അണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്തത് അല്ലെ. അപ്പൊ അണ്ടർ എന്ന് പറയുന്ന ഒരു പ്രൊപ്പോസിഷൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ലൊക്കേഷൻ കാണിച്ചിരിക്കുകയാണ് അല്ലെ. ഇപ്പോ കാറ്റ് ഇപ്പോ ടേബിളിന് മുകളിലാണ് ഇരിക്കുന്നതെങ്കിലോ നമ്മൾ എന്താ പറയാ, ഓണാ പറയാ. അപ്പൊ ഓൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രൊപ്പോസിഷൻ ആണ് അല്ലെ. കാറ്റ് എവിടെയാണ് ഇരിക്കുന്നത് ആ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരാൻ നമുക്ക് എന്താണ് പ്രൊപ്പോസിഷന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് പ്രൊപ്പോസിഷൻസ് ഒക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ടൈം പറയും അല്ലെ. ഇപ്പൊ ഐ ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് ബിഫോർ 6 o'clock, എന്താണ് 6 മണിക്ക് മുൻപ്. അങ്ങനെ കാണിക്കാനായിട്ട് നമ്മൾ എന്താണ് അവിടെ ഒരു പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തു, എന്താണ് ബിഫോർ ആണ് അല്ലെ. ഇപ്പോ 6 മണിക്ക് ശേഷം എന്ന് പറയാനാണെങ്കിലോ നമ്മൾ ആഫ്റ്റർ യൂസ് ചെയ്യും, അതും ഒരു പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നമ്മളൊരു സെന്റൻസ് ഇപ്പോ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊപ്പോസിഷൻ എന്തായാലും ആവശ്യമാണ്. കാരണം ഒരു കണക്ഷൻ വേണം, ഒരു റിലേഷൻ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രൊപ്പോസിഷൻ ആവശ്യമാണ്. ഒരു സെന്റൻസ് എടുത്താല് അതിൽ സബ്ജക്ട് ഉണ്ടാവും, അബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ, പ്രൊപ്പോസിഷൻസ് ഉണ്ടാവും, നൗൺ ഉണ്ടാവും, പ്രോണൗൺ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും, ഒബ്ജക്റ്റ് ഉണ്ടാവും, ഉണ്ടാകില്ലേ? ഇതെല്ലാം എന്താണ്, അതൊക്കെ എല്ലാം കൂടെ ഒന്നിച്ചു ചേരുമ്പോഴാണ് കറക്റ്റ് ആയിട്ടൊരു സെന്റൻസ് ആവുക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ. ഓക്കെ, അപ്പൊ പ്രൊപ്പോസിഷൻ എന്തൊക്കെയാണ്? ഇൻ, ഓൺ, അറ്റ്, ഫോർ, സിൻസ്, ബൈ, ഓഫ്, ടു, ഹൂ അല്ലെ. ഇതൊക്കെ എന്താണ് പ്രൊപ്പോസിഷൻസ് ആണ്. ഇതുപോലെ ഒരുപാട് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇത്രയൊന്നും നോക്കുന്നില്ല, അത്യാവശ്യം വേണ്ടത് മാത്രമേ ഇപ്പൊ നോക്കുന്നുള്ളൂ. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയേ. ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ഫുട്ബോൾ. എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഫുട്ബോളിനെ കുറിച്ച്. ഫുട്ബോളിനെ കുറിച്ച് എന്ന് പറയാനായിട്ട് നമുക്ക് അവിടെ എന്താ യൂസ് ചെയ്തേ? ഏത് പ്രൊപ്പോസിഷനാ യൂസ് ചെയ്തത്? About. Okay. Then where are you from? എന്ന് പറയുമ്പോൾ ഈ ഫ്രം എന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻ ആണ് അല്ലെ. ഫ്രം യൂസ് ചെയ്യാതെ അവിടെ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല അല്ലെ. അപ്പോ പ്രൊപ്പോസിഷൻസ് എപ്പോഴും സെന്റൻസിൽ അത്യാവശ്യമാണ് അല്ലെ. Then okay, we can live without water. Without water. ഇവിടെ വിത്തൗട്ട് ആണ് എന്ത് പ്രൊപ്പോസിഷൻ. ഈ വിത്തൗട്ട് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ സെന്റൻസിന്റെ മീനിങ് പോലും മനസ്സിലാകില്ല. We can live without water. വാട്ടർ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും. We can live water എന്ന് പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ആ ഒരു കറക്റ്റ് റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവിടെ പ്രൊപ്പോസിഷൻ യൂസ് ചെയ്തു. അതാണ് വിത്തൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കി. എ പ്ലെയിൻ ഫ്ലൈയിങ് അബവ് ദ വില്ലേജ്. ഇവിടെ എന്താണ്, ഇവിടെ ഏതാണ് പ്രൊപ്പോസിഷൻ? ഏതാണ്? Above. above. ഓക്കെ, എന്താണ് പ്ലെയിൻ വില്ലേജിന് മുകളിലൂടെ ഫ്ലൈ ചെയ്യുന്നു അല്ലെ. അപ്പൊ above ആണ് അവിടെ
അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, മൈ ബ്രദർ സാറ്റ് ഡൗൺ ബിസൈഡ് മീ. ഇവിടെ പ്രപ്പോസിഷൻ എന്താണ്? ബിസൈഡ് ആണ്. ഇവിടെ ബിസൈഡും പ്രപ്പോസിഷൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഡൗണും പ്രപ്പോസിഷൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഇതിനെല്ലാം കറക്റ്റ് ഒരു മീനിങ് ഉണ്ട്. നെക്സ്റ്റ് നോക്കി, വി ആർ വെരി ഹംഗ്രി ബട്ട് ദ ഫ്രിഡ്ജ് ഈസ് എംപ്റ്റി. ബട്ട് അല്ലെ, ബട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ക്ലിയർ എല്ലാവർക്കും? അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, okay, can anyone read that first question? മാം, പ്രിപ്പോസിഷൻ പറഞ്ഞാൽ മലയാളത്തിൽ എന്താ മീനിങ്? Preposition എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മീനിങ് അങ്ങനെ പ്രിപ്പോസിഷൻ പറയുമ്പോ എന്തിന് ജസ്റ്റ് ക്ലാസ് മനസ്സിലായിട്ട് എന്താ ഉദ്ദേശിച്ചത്? പ്രിപ്പോസിഷന്റെ മലയാളം മീനിങ് ആണ് ഉദ്ദേശിച്ചത്? അല്ല, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ക്ലാസ് ജസ്റ്റ് ഇതായി. മനസ്സിലായില്ല? നിങ്ങൾ അത്രയും ഡെഫിനിഷൻ നോക്കി പഠിക്കില്ലേ? പ്രിപ്പോസിഷൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഈ ടേബിളിൽ കാണുന്ന വേർഡ്സ് ഒക്കെ ഇല്ലേ, ഇതെല്ലാം പ്രിപ്പോസിഷൻസ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് പ്രിപ്പോസിഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഞാൻ പറയാ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പ്രിപ്പോസിഷന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഡൗട്ട് ചോദിച്ച ആളുടെ പേരെന്താ? തൊയ്ബ ഇപ്പോ എവിടെയായിരിക്കുന്നേ? അപ്പൊ എവിടെയാ? കസേരയിലാണ്, അല്ലെങ്കിൽ ടേബിളിലാണ്, അല്ലെങ്കിൽ ഒരു കട്ടിലാണ് എന്നൊക്കെ പറയുമ്പോ കറക്റ്റ് ആയിട്ട് എന്താ പറയാ? ആ സെന്റൻസ് ഒന്ന് ഇംഗ്ലീഷ് പറഞ്ഞേ. തൊയ്ബ എങ്ങനെയായിരിക്കുന്നേ, അല്ലെങ്കിൽ അത് പറഞ്ഞേ. ഇരിക്കുന്ന എങ്ങനെയാണെന്ന് സെന്റൻസ് പറയാ. സെന്റൻസ് പറയൂ. ഞാൻ കസേരയിലാണ് ഇരിക്കുന്നത് എന്ന് പറയൂ. എങ്ങനെ പറയാ? I am sitting on the table. Sitting on the chair. Sitting on the chair. അപ്പൊ എന്തുകൊണ്ടാണ് പ്രപ്പോസിഷൻ ഇപ്പൊ യൂസ് ചെയ്തേ? ഇന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ, ഇതാണ് പ്രപ്പോസിഷൻ. ഇപ്പൊ ക്ലിയർ ആയോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ എവിടെയാ ഇരിക്കുന്നതിന് കറക്റ്റ് ലൊക്കേഷൻ പറയാനും നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോ സമയം ഇപ്പൊ എത്രയാന്ന് ചോദിച്ചാൽ എന്താ? ഇപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് തൊയ്ബ, അതൊന്ന് പറഞ്ഞേ. എന്താ മിസ്സേ? ഇപ്പോ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. നമ്മുടെ അങ്ങനെയാണ് വേണ്ടേ? എങ്ങനെയാണ് പറയൂ, എന്തായാലും പറഞ്ഞോളൂ. മൈ ക്ലാസ് എന്നോ എന്തെങ്കിലും പറയൂ. ക്ലാസ് സ്റ്റാർട്ടിങ് അറ്റ് 10:30. ഓക്കെ, എന്തുകൊണ്ടാ യൂസ് ചെയ്തത് അവിടെ? പറയൂ. കറക്റ്റ് ഒരു ടൈമിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് അവിടെ എന്താ അറ്റ് മസ്റ്റ് ആണ്, എന്തായാലും യൂസ് ചെയ്യണം അല്ലേ? ഇതെല്ലാം എന്താണ്? പ്രപ്പോസിഷൻസ് ആണ്. ഇന്ന സമയത്ത് തുടങ്ങി എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ അറ്റല്ലേ യൂസ് ചെയ്തേ? അറ്റ് എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ അല്ലേ? ഓക്കെ, അപ്പൊ മനസ്സിലായോ പ്രപ്പോസിഷൻ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കണം? നമുക്ക് മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ തൊയ്ബ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ പറയൂ. The calculator is dash the table. The answer On the table. On the table. Correct answer. Next one. Anyone? He was angry dash me with me. With me. Correct answer. Next one. Your teacher is not satisfied with your study. Your teacher is not satisfied with your study. Clear. Next one. He should take care of his health. For his health. He should take care of
his health. Take care of his health. Yeah, he should take care of his health. Answer often. Okay. Next one. Which one are you? John traveled dash train by. John traveled by train. Yeah, correct. Sixth one. I was I was born in 1986. 86. Yeah, I was born in 1986. Here. Next one like you. I have been a journalist days 2 years. Read it loudly. Okay. Yeah, why should we? I have been a journalist since 2 years. Answer. Since Have been a journalist since 2 2 years. years. 2 years. Yeah, correct. Next one like you. She left university 3 years ago. She left university 3 years 3 ago. 3 years ago. years ago. Okay. Next one. He's lived abroad In 98. He's lived abroad. എന്താ പറയാ? Since Since ആണ്. ഇന്നാണോ? ഇവിടെ എന്താ പറഞ്ഞേ? I have been a journalist. ആൻസർ ഏതാ പറഞ്ഞേ ഇവിടെ? since Since ആണോ? അയ്യോ. Four ആണോ മിസ്? Yeah. for 2 years ആണ് മിസ്. മാം കേൾക്കുന്നില്ല. Okay. പറയൂ. ആൻസർ പറഞ്ഞോളൂ. മിസ് ഏഴാമത്തെ ക്വസ്റ്റ്യന് 2 years എന്നല്ലേ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ I have been a journalist for 2 years ആണ്. ഓക്കെ, 4 ആണ് ആൻസർ. ക്ലിയർ? She left university 3 years അത് ago. കറക്റ്റ് ആണ്. She left university 3 years ago. ക്ലിയർ ആണ്. നെക്സ്റ്റ് വൺ നോക്കൂ. പറയൂ. He's lived abroad since 1998. കറക്റ്റ് ആണ്. He is lived abroad since 1998. കറക്റ്റ് ആണ്. നെക്സ്റ്റ് വൺ പറയൂ. Is your brother? At home. At home. At home ആണ്. കറക്റ്റ്. നെക്സ്റ്റ് വൺ. No one can live without water. Without water. കറക്റ്റ് ആണ്. Without water ആണ്. നെക്സ്റ്റ് വൺ. She has been absent from Wednesday. She has been absent From Wednesday. from more. On Answer For Wednesday. for Wednesday ആണോ? On Wednesday അല്ലേ? on On Wednesday ആണോ? on അല്ലേ മാം? Has been absent from നിങ്ങൾ പറയാത്ത ഒരെണ്ണമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സെൻസ് ആണ് ആൻസർ. കറക്റ്റ്.
എന്താ വെനസ്ഡേ മുതൽ അവൾ എന്താണ് ആബ്സെന്റ് ആയിരുന്നു അല്ലെ, ആബ്സെന്റ് ആണ്. സിൻസ് ആണ് യൂസ് ചെയ്യാം. വെനസ്ഡേ മുതൽ, ബുധനാഴ്ച മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സിൻസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ദ മൗണ്ടെയിൻസ് വെയർ കവേർഡ് ഡാഷ് സ്നോ. എന്താ പറയാ? With. Yeah, with snow. The mountains were covered with snow. Clear. Next one. The snake was killed. By. Yeah, by somebody. By. The snake was killed by somebody. Next one. The Chennai Express starts. From. Yeah, from Coimbatore. Clear. From Coimbatore. Yeah. അപ്പൊ എന്താണ് ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രപ്പോസിഷൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? പറയൂ. ക്ലിയർ ആണ്? Yes, ma'am. Yes, ma'am. Clear ആണ്. ഒരു ഡൗട്ടും ഇല്ല? മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. മാം അഡ്ജക്റ്റീവിന്റെ നോട്ട് തന്നിട്ടില്ലായിരുന്നു മാം. അതാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ട് മിസ് പറഞ്ഞു അതിനകത്ത് ഒത്തിരി നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ മാറ്റി കൊടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ സ്ക്രീനിൽ കാണിച്ചതേ ഉള്ളൂ, നോട്ടായിട്ട് തന്നില്ലായിരുന്നു. ഇല്ല, നമ്മൾ കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവും സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവും ഒക്കെ എക്സാമ്പിൾ എഴുതി പോയതേ ഉള്ളൂ. അത്രയും മതി, അഡ്ജക്റ്റീവ് അത്രയും ഉള്ളൂ. കാരണം ആ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ നോട്ട്സിൽ അത്രയും നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ ഇപ്പോ ഈ കോഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് അത്രയും ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്തായാലും സ്ക്രീനിൽ കാണിച്ച നോട്ട്സ് ഞാൻ തരും. ഓക്കെ, അല്ലാതെ അഡ്ജക്റ്റീവ് എന്താണെന്നെല്ലാം ക്ലിയർ അല്ലേ? കമ്പാരിറ്റീവും എക്സാമ്പിൾസ് ഒക്കെ എഴുതിയപ്പോൾ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലല്ലോ? എക്സാംസ് എല്ലാം നമ്മൾ എഴുതിയിട്ടാണ്, നമ്മൾ നോട്ടായിട്ട് തന്നില്ല മാം. നോട്ടായിട്ട് ഞാൻ അഡ്ജക്റ്റീവ് തരാം. അപ്പൊ ഓക്കെ, നാളെ അവർ തരും. അപ്പൊ ഈ പ്രപ്പോസിഷന്റെ അഡ്ജക്റ്റീവ് നാളെ തരാം. ഓക്കെ, പ്രപ്പോസിഷൻ ഡൗട്ട് ഇല്ലെന്നാ പറയുന്നത്. ഇൻ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം എല്ലാവർക്കും. കറക്റ്റ് ഇൻ എവിടെ യൂസ് ചെയ്യാം. അതുപോലെ ഓൺ, നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഡെയിലി കോൺവെർസേഷനിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. എന്താ ഇൻ, ഓൺ, ആറ്റ്, അല്ലെ, സിൻസ്, ഫോർ, ഇതൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമാണ്. ഇതിൽ ഇൻ, ഓൺ, ആറ്റ് ആണ് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുക. എല്ലാം ക്ലിയർ ആണോ? ഡൗട്ട് കാര്യമൊന്നുമില്ല? ഉണ്ടെങ്കിൽ പറയാം, നോട്ട് തന്നെങ്കിൽ നോട്ട് തരാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോട്ട്. ഇന്ന് പറയുമ്പോ നമ്മള് ഇൻ ചേർത്ത് നമ്മൾ പറയുമ്പോ നമ്മൾ ഇയേഴ്സ് ഒക്കെ അല്ലേ ടൈം? ഒരുപാടുണ്ട്. ഇയേഴ്സ് പറയാം, മന്ത് പറയാം, വീക്ക് പറയാം, പിന്നെ സ്മോൾ വെഹിക്കിൾസ് വിത്ത് കൺഫൈൻഡ് സ്പേസ് അങ്ങനെയൊക്കെ പറയാം. എൻക്ലോസ് സ്പേസിൽ പറയാം, കൺട്രീസ് പറയാം, വില്ലേജസ് പറയാം, സീസൺസ് പറയാം. ഓക്കെ, നോട്ട് വേണോ? നോട്ടായിട്ട് തരാം മാം, അല്ലെ പിന്നീട് പറഞ്ഞു. അപ്പൊ നോട്ട് എടുത്തോളൂ. Take your notebook and write down the heading, preposition, and then next heading ഏതാ? In. In. ഇന്നിന്റെ മലയാളം മീനിങ് ഒന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഹെഡിങ് ഏതാ? പോയിന്റ് ആയിട്ട് എഴുതാനി ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാ? പോയിന്റ് ഔട്ട് ആയിട്ട് ഏതാ? കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. കൺട്രീസ്, വില്ലേജ്, സിറ്റീസ്. ഇങ്ങനെ മൂന്നും ഇത് പറയുമ്പോഴും നമ്മൾ എന്താ ഇൻ ആണ് യൂസ് ചെയ്യാ. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കണ വേർ ആർ യു ഫ്രം ചോദിക്കുമ്പോ നിങ്ങൾ എന്താ പറയാ? ഐ എം ഫ്രം എറണാകുളം എന്ന് പറയാം,
അല്ലാതെ നമ്മൾ എങ്ങനെയാ പറയാ? I am coming from. അത് നമുക്ക് കാഷ്വൽ ഇന്റർവ്യൂവിൽ പറയാം. സപ്പോസ് ഇപ്പോ നിങ്ങൾ ലീവ്, നിങ്ങൾ എവിടെയാ താമസിക്കുന്ന പറയുമ്പോൾ ഐ ലിവ്ഡ് എന്ന് പറയുമ്പോ എന്താ പറയാ? I am living in the സ്ഥലം. ഇന്ന സ്ഥലമല്ല, സ്ഥലം പറയൂ. ലിവ്ഡ്. I am living തിരുവനന്തപുരം. കാക്കനാട്. ലിവ്ഡ് ഇൻ കാക്കനാട്, ലിവ്ഡ് ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇന്നാണ് യൂസ് ചെയ്യാം. ഓക്കെ, കൺട്രി പറയാം, നമുക്ക് സ്റ്റേറ്റ് പറയാം, സിറ്റി പറയാം, വില്ലേജ് പറയാം. ഓക്കെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാ. ഓക്കെ, അടുത്ത പോയിന്റ് എഴുതാം. എൻക്ലോസ്ഡ് സ്പേസ്. എൻക്ലോസ്ഡ്, ENCLOSED, ENCLOSED, എൻക്ലോസ്ഡ് സ്പേസ്, SPACE. എൻക്ലോസ്ഡ് സ്പേസ് എന്ന് പറയുമ്പോ എന്താ? നമുക്ക് നമ്മുടെ പേഴ്സ് ഒക്കെ എൻക്ലോസ്ഡ് സ്പേസ് ആണ്. അതായത് പിന്നെ പോക്കറ്റ്സ്, ഇതൊക്കെ ഒരു ചെറിയൊരു സ്പേസ് അല്ലേ? ആ ചെറിയ സ്പേസിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? പറയൂ, എങ്ങനെയാ പറയാ? എന്താണ് നോക്കിയേ, നിങ്ങൾ സെന്റൻസ് പറയൂ. പറയൂ. എന്താ ഒന്നും മിണ്ടാത്തേ? ആൻസർ പറയൂ, ചോദിച്ചതിന് മറുപടി പറയൂ. ആരില്ലേ? എൻക്ലോസ്ഡ് സ്പേസ് മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എഴുതൂ. സീസൺ. സീസൺ, SEASONS, സീസൺ. മിസ് എൻക്ലോസ്ഡ് സ്പേസിന്റെ അവിടെ ഒന്ന് എഴുതണ്ട. ഒന്ന് എഴുതണ്ട, നമുക്ക് എക്സാമ്പിൾ അത് എങ്ങനെ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ഏതാ? സീസൺ എഴുതാം. സീസൺ മീൻസ് ഏതൊക്കെയാണ്? വിന്റർ, ഓട്ടം, സമ്മർ, ഇതൊക്കെ സീസൺസ് ആണ്. അങ്ങനെ സീസൺസ് പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് മന്ത്, വീക്ക്, ഇയേഴ്സ്. മാസം, ആഴ്ചകള്, വർഷങ്ങൾ. ഓക്കെ, മന്ത്, വീക്സ്, ഇയേഴ്സ്. ഇവിടെ ഇന്ന യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ എഴുതിക്കോളൂ, പോയിന്റ് എഴുതും. നെക്സ്റ്റ് നമ്മള് മോർണിംഗ്, ആഫ്റ്റർ, ഈവനിങ് എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെയാ പറയാം? ഇൻ ദ മോർണിംഗ്, ഇൻ ദി ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. അവിടേക്ക് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എഴുതാം. നെക്സ്റ്റ് ഏതാ? സ്മോൾ വെഹിക്കിൾസ് വിത്ത് കൺഫൈൻഡ് സ്പേസ്. സ്മോൾ വെഹിക്കിൾ തന്നെ മതി. സ്മോൾ വെഹിക്കിൾ വിത്ത് കൺഫൈൻഡ് സ്പേസ്. സ്മോൾ എന്താ? സ്മോൾ വെഹിക്കിൾ എന്ന് എഴുതിയാലും മതി. അങ്ങനെ കിടന്നൊക്കെ മനസ്സിലാവുമല്ലോ. സ്മോൾ വെഹിക്കിൾ എഴുതിയാലും മതി. സിമ്പിൾ ആയിട്ട് എഴുതാം. സ്മോൾ വെഹിക്കിൾ മീൻസ് അപ്പൊ കാറ്, ജീപ്പ്, ഇതൊക്കെ സ്മോൾ വെഹിക്കിൾസ് ആണ് അല്ലെ? എന്നിട്ട് ഓരോന്നിന് എക്സാമ്പിൾ എന്ന് പറയൂ എല്ലാവരും. കൺട്രി ഇപ്പൊ എന്താ? ഹി ഈസ് ഇൻ ഫ്രാൻസ്. എഴുതിക്കോളൂ, എക്സാമ്പിൾ എഴുതിക്കോളൂ. കുറച്ചുകൂടെ സ്പീഡിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഹി ഈസ് ഇൻ ഫ്രാൻസ്. ഇപ്പൊ എന്താ, നമ്മള് ഒരു കൺട്രി ആണ് പറഞ്ഞത്, ഫ്രാൻസ് ആണ് പറഞ്ഞത്, അപ്പൊ ഇൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഹി ഈസ് ഇൻ ഫ്രാൻസ്. നെക്സ്റ്റ് എന്താ? ഇറ്റ് ഈസ് ഇൻ മൈ പോക്കറ്റ്. ഇറ്റ് ഈസ് ഇൻ മൈ പോക്കറ്റ് എന്തെങ്കിലും ആവാം. അപ്പോ പെൻ ആവാം. ദ പെൻ ഈസ് ഇൻ മൈ പോക്കറ്റ്.
പേന പോക്കറ്റിലുണ്ട് അല്ലെ, ഉള്ളിലാണെന്ന് പറയുമ്പോൾ പോക്കറ്റ് എന്ന് പറയുന്നത് ഒരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്. സോ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ അവിടെ can use in. Okay. Next one എഴുതാം. എഴുതിയില്ല എല്ലാവരും? Next one എഴുതാം. The apples are in the fridge. The apples are in the fridge. എന്താണ് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോഴും അതൊരു എൻക്ലോസ്ഡ് സ്പേസ് ആണ്. So that's why there is using in. Okay. Next example is write the answers in your book. Write the answers in your book. നിങ്ങളുടെ ബുക്കിനുള്ളിലെ ആൻസർ എഴുതാൻ പറയുന്നത്. അപ്പൊ ബുക്കിനുള്ളിൽ എന്ന് പറയുമ്പോഴും നമുക്ക് അവിടെ എന്താണ് ഇൻ ആണ് യൂസ് ചെയ്യുക. സോ എക്സാമ്പിൾ എഴുതുക. write the answers in your book. Write the answers in your book. അടുത്തേതാ? വി ആർ ഇൻ ദ കാർ. വി ആർ ഇൻ ദ കാർ. ഞങ്ങൾ എന്താണ് കാറിനുള്ളിലാണ് അല്ലെ, കാറിലാണ് എന്ന് പറയുമ്പോൾ വി ആർ ഇൻ ദ കാർ എന്ന് പറയും. ഇപ്പോ ട്രാവൽ ആണ് ചെയ്യുന്നെങ്കിലോ വി ട്രാവൽഡ് എന്താ പറയാ അവിടെ? In the car. ട്രാവലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇൻ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബൈ ആ യൂസ് ചെയ്യാം. ട്രാവൽ ബൈ കാർ. ക്ലിയർ? മിസ് ലാസ്റ്റ് പറഞ്ഞൊന്നും കൂടി പറയാം എക്സാമ്പിൾ. വി ആർ ഇൻ ദി കാർ. വി ആർ ഇൻ ദി കാർ. ഞങ്ങൾ കാറിലാണ്. വി ആർ ഇൻ ദ കാർ. Next example ഇരിക്കോളൂ. She wake up early in the morning. She wake up early in the morning. She wake up early in the morning. എന്ത് മിസ്? She wake up early in the morning. She wake up early in the morning. ഓക്കെ, അപ്പോ ഇൻ ക്ലിയർ അല്ല എല്ലാവർക്കും? മനസ്സിലായില്ലേ എങ്ങനെ യൂസ് ചെയ്യേണ്ടതൊക്കെ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ അടുത്തൊരു ഹെഡിങ് ഏതാ? ഓൺ. ഓൺ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഓൺ. രണ്ട് പോയിന്റ് ഏതാ? ഏതൊക്കെയാണ്? ഡേയ്സ്. ഡേയ്സ് പറയുമ്പോൾ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഡേയ്സ്. ഡേയ്സ് മീൻസ് ദിവസങ്ങൾ. ഡേയ്സ്. പിന്നെ ഡേറ്റ്. തീയതി പറയുമ്പോഴും അത് നമുക്ക് എന്താണ് ഓൺ ആണ് യൂസ് ചെയ്യാം. ഡേറ്റ്. ഡേയ്സ്, ഡേറ്റ്. പിന്നെ മൺഡേ. അത് ഓക്കെ, ഡേയ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ മൺഡേ എന്ന് പറയാലും ഇപ്പൊ മൺഡേ മോർണിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് ഓൺ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ബർത്ത്ഡേ. ഓരോ ബർത്ത്ഡേ പറയുമ്പോൾ നമ്മൾ എന്താ ഓൺ ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹോളിഡേയ്സ് പറയുമ്പോഴും ഓൺ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ബർത്ത്ഡേ ചെയ്താ, ഹോളിഡേയ്സ് ചെയ്താ ഹോളിഡേ. നെക്സ്റ്റ് സർഫേസ്. സർഫേസ് മീൻസ് പ്രതലം അല്ലെ, എന്തെങ്കിലും ഒരു പ്രതലം. ഇപ്പോ ടേബിള്. ടേബിൾ ഒരു സർഫേസ് ആണെന്ന് പറയാം. അതുപോലെ വാള്, ചുമരൊക്കെ ഒരു സർഫേസ് ആണെന്ന് പറയാം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ പറഞ്ഞ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ മീൻസ് അപ്പോ സാറ്റ് ഓൺ ദി ടേബിൾ. സർഫേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, ദ പിക്ചർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. അത് സർഫേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ സർഫേസ് ചെയ്താ. നെക്സ്റ്റ് വൺ എഴുതാ ലാർജ് വെഹിക്കിൾസ്. ലാർജ് വെഹിക്കിൾസ്. ഇപ്പൊ സ്മോൾ വെഹിക്കിൾസ് പറയുമ്പോൾ നമ്മൾ എന്നാണ് യൂസ് ചെയ്യാതെ പഠിച്ചു. അതേപോലെ തന്നെയാണ് ലാർജ് വെഹിക്കിൾസ് വരുമ്പോൾ എന്താണ് ഇവിടെ ഓൺ ആണ് യൂസ് ചെയ്യുക. ലാർജ് വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ബസ് ആകാം, ട്രെയിൻ ആകാം, അല്ലെ, ലോറി ആകാം, എന്തോ അങ്ങനെയൊക്കെ ലാർജ് വെഹിക്കിൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ അവിടെ ഓൺ ആണ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു മീഡിയ. മീഡിയ മീൻസ് സോഷ്യൽ മീഡിയ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ മീഡിയാസ് ആണ്. അപ്പൊ അങ്ങനെ അതൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഓൺ ആണ് യൂസ് ചെയ്യാം.
എല്ലാം പോയിന്റ് എഴുതിയോ? ക്ലിയർ ആയോ? Clear. അപ്പോ എക്സാമ്പിൾസ് വേണോ? എക്സാമ്പിൾസിന്റെ ആവശ്യമുണ്ടോ? വേണോ? മിസ് ഈ ഇയേഴ്സിന്റെ മുന്നേ സിൻസ് ആണോ ഓൺ ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാവുക? സിൻസ് പാസ്റ്റ് പറയുന്നതായിരിക്കും. പാസ്റ്റ് ആയിരിക്കും സിൻസ് പറയുന്നത് മെയിൻ ആയിട്ട്. അതായത് അന്ന് മുതൽ അവള് വന്നില്ല, അന്ന് മുതലാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. ഓക്കെ, അങ്ങനെയൊക്കെ പറയില്ലേ? പാസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രസന്റിൽ നടക്കുമ്പോൾ നമുക്ക് അവിടെ ഓൺ യൂസ് ചെയ്യാം. മേ ബി നടന്നുകൊണ്ടിരിക്കുന്നതായാലും നമുക്ക് അവിടെ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ സെന്റൻസിന്റെ മീനിങ് നോക്കാം ആദ്യം, എന്നിട്ട് അവിടെ സിൻസ് ആണോ ഓൺ ആണോ ആഡ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഓണിന് എന്താ എക്സാമ്പിൾസ് വേണോ? പറയൂ നിങ്ങള്. ഈ പോയിന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? പിന്നെ എക്സാമ്പിൾസിന് ആവശ്യം മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് എഴുതിക്കോളൂ. അറ്റ് എഴുതോ? അറ്റ് അറ്റ് നമ്മൾ എവിടെയൊക്കെയാ യൂസ് ചെയ്യാ? പറയൂ, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് ഒന്ന് പറഞ്ഞേ കേട്ടെ. ടൈം. മെയിലും ടൈം യൂസ് ചെയ്യും. അപ്പൊ എഴുതിക്കോളൂ ടൈം. അടുത്ത് പറയൂ. അടുത്ത പറയൂ. കേൾക്കുന്നില്ല ആരും? എന്നെ ഒന്നും പറയാത്തെ? എന്റെ ആക്റ്റീവ് അല്ലാത്ത ആരും ക്ലാസ്സില്? ഓക്കെ, അടുത്ത പോയിന്റ് ഇതാ. നൈറ്റ്. നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ അറ്റല്ലേ യൂസ് ചെയ്യാ? ആണോ? അതെ. അതെ, നിങ്ങൾ എന്തോന്ന് പറയാത്തേ? നിങ്ങൾ ആൻസർ പറയൂ, അല്ലെങ്കിൽ റെസ്പോണ്ട് എങ്ങനെ ചെയ്യൂ? ക്ലാസ് ആക്റ്റീവ് ആയിട്ട് പോട്ടെ. ഓക്കെ, അപ്പോ പ്ലേസ് പറയും. അതെന്ത് എങ്ങനെയാ പറയാ? ഏത് പ്ലേസിനെയാണ് പറയാന്നറിയോ? ഇല്ല, കറക്റ്റ് ഒരു പ്ലേസ്, എക്സാക്ട് പ്ലേസിനെയാണ് പറയാ. അതായത് ഇപ്പോ നിങ്ങളിപ്പോ എവിടെയാണ്? നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ എവിടെയാണ്? വീട്ടിലാണോ? അതെ, വീട്ടിൽ. വീട്ടിലെന്ന് പറയുമ്പോ കറക്റ്റ് പ്ലേസ് അല്ലേ? നിങ്ങൾ ഇപ്പോ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളിപ്പോ എവിടെയുണ്ട്? വീട്ടിലാണെന്ന് പറയും. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ എക്സാക്ട് പ്ലേസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഞാനിപ്പോ കാക്കനാടാണ്. അപ്പൊ എവിടെയും കാക്കനാട് എന്ന് പറയും. അവിടെ എന്താണ് ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങളിപ്പോ എക്സാക്ട്ലി കറക്റ്റ്ലി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഐ ആം അറ്റ് ഹോം അല്ലേ? അപ്പൊ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ പറയാനാണെങ്കിലും എക്സാക്ട് ഒരു പ്ലേസ് പറയുമ്പോഴും ഒരു സ്പെസിഫിക് പോയിന്റ് പറയുമ്പോഴും നമ്മൾ എന്താണ് അറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ പ്ലേസിനും നമ്മൾ അറ്റ് യൂസ് ചെയ്യില്ല. അത് ക്ലിയർ ആയില്ലല്ലോ എല്ലാവർക്കും? കറക്റ്റ് ആയിട്ട് എവിടെയാണോ നിൽക്കുന്നത് അതിനെ പറയാനായിട്ട് നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അപ്പോ പോയിന്റ് എഴുതാം എക്സാക്ട് പ്ലേസ് അല്ലെങ്കിൽ കറക്റ്റ് പ്ലേസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ് എഴുതാം. ഇപ്പൊ നിങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നതെങ്കിലോ എന്താ പറയാ? I am at bus stop. അറ്റ് ബസ് സ്റ്റോപ്പ് എന്ന് പറയും. ഇപ്പൊ മേ ബി നിങ്ങളൊരു റെസ്റ്റോറന്റിലാണ് നിൽക്കണമെങ്കിലും അതും പറയാം അല്ലെ? അറ്റ് ദ റെസ്റ്റോറന്റ് എന്ന് പറയാം അല്ലെ? അപ്പോ പിന്നെ എന്തൊക്കെയാ പറയാ? മൊമെന്റ്. എന്തെങ്കിലും മൊമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറ്റ് ദി മൊമെന്റ് എന്ന് പറയും അല്ലെ? അങ്ങനെയൊക്കെ അറ്റ് യൂസ് ചെയ്യും. അറ്റ് ദി മൊമെന്റ്, അതേപോലെ അറ്റ് ദി എൻഡ് ഓഫ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അവിടേക്ക് എന്താ അറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോ അറ്റ് എവിടേക്ക് യൂസ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ?
എക്സാമ്പിൾസിന്റെ ആവശ്യമില്ലല്ലോ. യെസ്. ഇപ്പോ മേ ബി ഒരു സെന്റൻസ് നിങ്ങൾ എഴുതിയേ. ഷീ സാറ്റ് അറ്റ് ദി ടേബിൾ. ഷീ സാറ്റ് അറ്റ് ദി ടേബിൾ എന്നൊരു സെന്റൻസ് നിങ്ങൾ കണ്ടാല് ഇതിന്റെ മീനിങ് എന്തായിരിക്കും? ഷീ സാറ്റ് അറ്റ് ദി ടേബിൾ. പറയോ ഈ സെന്റൻസിന്റെ മീനിങ് എന്തായിരിക്കും? എന്നാലും ഇവിടെ അറ്റ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. അതൊരു കറക്റ്റ് പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ല, ഒരു ടൈം മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് അറ്റ് അവിടെ യൂസ് ചെയ്തു. അപ്പൊ ഈ സെന്റൻസിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയാമോ? യാ, നിയർ ദ ടേബിൾ. ഇവിടെ അറ്റിന് അരികെ എന്ന് കൂടെ മീനിങ് വരും. ഓക്കെ, ഷീ സാറ്റ് അറ്റ് ദി ടേബിൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ടേബിളിന് അടുത്തിരുന്നു എന്ന് പറയാം. അടുത്ത്, അരികെ എന്നൊക്കെ ഈ അറ്റിന് മീനിങ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് കണ്ടാല് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇതെന്താ മീനിങ് എന്താണ്? അറ്റിന് അടുത്ത്, അരികെ എന്നൊക്കെ ഒരു മീനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ സെന്റൻസ് ചെയ്താ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായെന്ന് വെച്ചിട്ട് അതൊന്ന് നിങ്ങളൊരു ജസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് നോട്ട് പോലെ എഴുതി വെക്കാം. ഷീ സാറ്റ് അറ്റ് ദി ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? അവള് ടേബിളിന് അടുത്ത് ഇരുന്നു എന്നാണ് മീനിങ് വരാ. പിന്നെ ഓൺ എവിടേക്കാ യൂസ് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ ഫ്ലോർ, ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലോർ പറയില്ലേ, അവർ ഇന്ന ഫ്ലോറിലുണ്ട് എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഓൺ ആണ് യൂസ് ചെയ്യാൻ. ഐ ലിവ്ഡ് ആൻ അപ്പാർട്ട്മെന്റ് ഓൺ ദി എന്ത് പറയും? ഏതെങ്കിലും ഫ്ലോർ, ഓൺ ദി 3rd ഫ്ലോർ. അപ്പൊ അങ്ങനെ പറയുമ്പോഴൊക്കെ ഓൺ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, മീൻസ് അതെ അല്ലേ 3rd ഫ്ലോർ അപ്പൊ അവിടെ ഓണ യൂസ് ചെയ്യാം. എന്തോ 3rd ഫ്ലോർ എന്നൊക്കെ പറയുമ്പോ എക്സാക്ട് പ്ലേസ് അല്ലേ, അത് കറക്റ്റ് പ്ലേസ് അല്ലേ, അന്നേരം അവിടെ ഓണ യൂസ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, ഫ്ലോർ എന്നൊക്കെയല്ലേ പറയുന്നത്. അതാ കറക്റ്റ് ഞാൻ പറഞ്ഞത്. ആ ഫ്ലോർ എന്നൊക്കെ പറയുമ്പോൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓണിന്റെ അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കെ. കറക്റ്റ് ഒരു ഫ്ലോർ, അപ്പാർട്ട്മെന്റിൽ ഇതിന്റെ ഫ്ലോർ എന്നൊക്കെ പറയുമ്പോൾ ഓൺ ആണ് പറയാ. അതാ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഓക്കെ, ചിലപ്പോ നിങ്ങൾ അറിയാതെ അവിടെ അറ്റ് എഴുതി പോകും. ഓക്കെ, അപ്പോ അറ്റ് ഇൻ ഓൺ ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? റെസ്പോണ്ട് ചെയ്യൂ. Clear ആയി. ക്ലിയർ ആയി. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്തത് എന്താണ്? സിൻസ് അറിയോ? സിൻസ് എഴുതാ. സിൻസിന് അവിടെ ഒരു ബ്രാക്കറ്റിൽ എഴുതാ, പാസ്റ്റ് എന്ന് എഴുതാം. ഹെഡിങ് സിൻസ് കൊടുക്കുക, ബ്രാക്കറ്റിൽ പാസ്റ്റ് എന്നിടാം. മേ ബി പാസ്റ്റിൽ പറയുന്ന കാര്യങ്ങളായിരിക്കും മേ ബി കൂടുതലും സിൻസിൽ കറക്റ്റ് ആണ്. അപ്പോ എഴുതാ, സിൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആവാം, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആകാം. അതായത് സ്റ്റാർട്ടിങ് ഇപ്പോ മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ മുതൽ ഇവിടെ മഴയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസ് യൂസ് ചെയ്യാം. ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും. ഓക്കെ, എഴുതിക്കോളൂ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇപ്പൊ ഈ പോയിന്റ് എഴുതുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഈ പറയുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്താണോ അത് മനസ്സിലാവുന്നത് ആ രീതിയിൽ എഴുതിയെടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. അതിപ്പോ എന്തോ ആവാം. ഇപ്പോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു സമയം, ഇന്ന ടൈമിലാണ് ഇത് തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ ടൈമിന് മുന്നിൽ നമ്മൾ സിൻസ് ആഡ് ചെയ്യും. ഇപ്പോ ഈ ദിവസം, ഇപ്പൊ മൺഡേ മുതലാണ് അവൾ വരാതിരുന്നത് എന്ന് പറയുമ്പോഴും മൺഡേ എന്ന് പറയുമ്പോൾ അവിടെ സിൻസ് യൂസ് ചെയ്യും. ഇപ്പൊ മാസം എന്നുള്ള പറയുമെങ്കിലോ, മാസത്തിന് മുന്നിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്യും.
വർഷങ്ങളാണെങ്കിൽ വർഷത്തിന് മുന്നിൽ അവിടെ എന്താ സിൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രം ചിന്തിക്കുക. അത് സ്റ്റാർട്ടിങ് പോയിന്റ് ആണോ നോക്കുക, അതൊരു പാസ്റ്റ് ടെൻസ് ആണോ നോക്കുക. ഓക്കെ, അപ്പോ എന്നിട്ട് ആ സെന്റൻസ് വായിച്ചിട്ട് അവിടെ സിൻസ് ആഡ് ചെയ്യാം. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുവോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോ ഇന്ററാക്ഷൻ വളരെ കുറവാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയ ക്ലാസ്സിലുണ്ടോ? മറ്റ് ക്ലാസ്സിനെ പോലെ നിങ്ങൾ സംസാരിക്കാതിരിക്കല്ലേ. കാരണം ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകുള്ളൂ. കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, മിസ്, സിൻസ് എന്ന് പറയുമ്പോ നമ്മള് ഇപ്പം മുതൽ, ഇന്നലെ മുതൽ അങ്ങനെയൊക്കെ പറയുമ്പം പാസ്റ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന. അതാണ് സിൻസ്. അപ്പൊ അനുവിന് അങ്ങനെയല്ലേ മനസ്സിലായത്? അപ്പൊ സിൻസിന്റെ അവിടെ അങ്ങനെ എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, ആ ഒരു സെന്റൻസ് കാണുമ്പോൾ നോക്കുക. ചിലപ്പോൾ സിൻസ് ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ ഫോർ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ സിൻസ് ഉപയോഗിക്കണമെങ്കിൽ എന്താണ്, അതൊരു പാസ്റ്റ് ആയിരിക്കണം. ഇപ്പൊ ഇന്ന ദിവസം മുതൽ തുടങ്ങി, മുതൽ എന്ന് പറയുമ്പോ എന്താണ് വിഷ്ണുപ്രിയ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ അങ്ങനെ തുടങ്ങുമ്പോൾ ആ സെന്റൻസ് നോക്കിയിട്ട് നിങ്ങൾ സിൻസ് ആഡ് ചെയ്യാം. സിൻസ് അപ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സിൻസ് എങ്ങനെയാ യൂസ് ചെയ്യാൻ, ഇപ്പോ എവിടേക്കാണ് വരാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അത്രയും മാത്രം അറിഞ്ഞാൽ മതി. അത് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. എക്സാമ്പിൾസ് വേണോ? ഒന്ന് രണ്ട് എക്സാമ്പിൾ തരാമോ? ഓക്കെ, എഴുതിക്കോളൂ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് 9 AM. I have been studying since 9 AM. I have been studying since 9 AM. 9 AM. ഞാൻ എന്താണ് 9 മണി മുതൽ പഠിക്കുകയാണ്, അല്ലേ? അങ്ങനെ പറയുമ്പോൾ എന്താണ്, നമുക്ക് സിൻസ് യൂസ് ചെയ്യാം. അവിടെ നോക്കൂ, അത് പാസ്റ്റ് ആണോ? നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെ? അപ്പൊ എന്താണ് അവിടെ മുതൽ, 9 മണി മുതൽ ഞാൻ പഠിക്കുകയാണ് എന്ന് പറയുമ്പോ എന്താണ്, ആ മുതൽ എന്ന് കാണിക്കാനാണ് അവിടെ സിൻസ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് എഴുതിക്കോളൂ. ഷി ഹാസ് ബീൻ എ ടീച്ചർ സിൻസ് 2015. She has been a teacher since 2015. She has been a teacher since 2015. Since has been. സെന്റൻസ് ഒന്നും കൂടെ പറഞ്ഞുതരോ? She has been a teacher since 2015. She has been a teacher since 2015. Next one, Reda. I have been living in this city. I have been living in this city since 2020. I have been living in this city since 2020. I have been living in this city since 2020. Vaiba, mute cheyo. ഓക്കെ, അപ്പൊ സിൻസ് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, വലിയ ഒരുപാട് ചിന്തിക്കണ്ട, സിമ്പിൾ ആണ്. അടുത്തേതാ?
ഫോർ എങ്ങനെയാ യൂസ് ചെയ്യാം? ഫോറിൽ അങ്ങനെ പ്രത്യേക ടെൻസ് ഒന്നുമില്ല. നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും ഫോർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിൻസ് കുറച്ചുകൂടെ ഫോർമൽ യൂസ് ആണ്. ഓക്കെ, നമ്മളെ കാഷ്വൽ ടോക്കിലൊന്നും നമുക്ക് അങ്ങനെ കൂടുതൽ നമ്മൾ അങ്ങനെ സിൻസ് യൂസ് ചെയ്യാറില്ല. മേ ബി ചിലപ്പോൾ അവിടെ ഫോർ ആഡ് ചെയ്തെന്ന് പറഞ്ഞ മിസ്റ്റേക്കും അല്ല. ഓക്കെ, അപ്പൊ ഫോർ എവിടേക്കാ? ഡ്യൂറേഷൻ ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് ഫോർ ആഡ് ചെയ്യാറുണ്ട്. അതായത് നിങ്ങളിപ്പോ എത്ര മണിക്കൂറായി ഞാൻ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് ഇവിടെ എന്താ ഫോർ അല്ലേ ആഡ് ചെയ്യും അല്ലെ? ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 3 hours, 3 മണിക്കൂറായിട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പൊ ആ പഠിക്കുന്നതിന്റെ ആ ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് ഇവിടെ ഫോർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ അത് എഴുതിയില്ല എല്ലാവരും? ഡ്യൂറേഷൻ ഓഫ് ടൈം എഴുതി. അതിപ്പോ മേ ബി ഡേയ്സ് ആവാം, മന്ത് ആവാം, ഇയേഴ്സ് ആവാം. ഓക്കെ, അങ്ങനെ ഒരു ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് നമ്മള് അവിടെ ഫോർ ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ he has lived in London for 3 months. 3 മാസമായിട്ട് അവൻ എന്താ ലണ്ടനിലാണ് താമസിക്കുന്നത്. 3 മാസമായിട്ട് എന്ന് പറയുന്ന ഡ്യൂറേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായെന്ന് ചോദിക്കണമെങ്കിൽ എന്താ പറയാ? പറയൂ. അന്നുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 8 years. 8 years. അപ്പൊ എന്താ ആൻസർ പറയാ? പറയൂ, സെന്റൻസ് പറയൂ. എന്താ പറയാ? We have been married. എന്താ പറയാ? എത്ര വർഷമായി? For 8 years. ഫോർ എത്ര ഇയേഴ്സ് പറയാം. അപ്പൊ എന്താണ് ആ ഡ്യൂറേഷൻ കാണിക്കാനായിട്ട് നമ്മള് ഫോർ യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? എത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഫോർ ക്ലിയർ ആണോ? എക്സാമ്പിൾസിന്റെ ആവശ്യമുണ്ടോ? ക്ലാസ് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പറയൂ. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. പറഞ്ഞാലും റെസ്പോണ്ട് ഇല്ല. ഞാൻ വെറുതെ എന്ന് പറഞ്ഞു പോട്ടെ. മനസ്സിലായോ ഇല്ലെന്ന് ചോദിക്കണോ ഞാൻ? എക്സാമ്പിൾസ് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് എഴുതിക്കോളൂ. I have been studying for 3 hours. I have been studying for 3 hours. 3 മണിക്കൂറായിട്ട് ഞാൻ പഠിക്കുകയാണ്. I have been studying for 3 hours. I have been studying for 3 hours. ഇവിടെ സിൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിൻസ് യൂസ് ചെയ്യാൻ പറ്റും, ഫോർ യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. 3 മണിക്കൂർ മുതൽ ഞാൻ പഠിക്കുന്നു അങ്ങനെ കണ്ടില്ല. സോറി. അപ്പോ I have been studying for 3 hours. നെക്സ്റ്റ് പറയാം, he has lived in London for 3 months. He has lived in London. He has lived in London for 3 months. എന്താ പറയാ? He has lived in London for 3 months. പിന്നെ നാം പറഞ്ഞല്ലോ, we have been married for 6 years പറയുന്നത്. We have been married for 6 years. അതും പറയണം നമുക്ക്. We have been married for 6 years. ഫോർ ക്ലിയർ ആയില്ലേ? Yes, ma'am. യെസ്. അടുത്ത ഡ്യൂറിങ് എന്താണ്?
ഡ്യൂറിംഗ് എന്ന് പറയുന്നത് ഒരു പീരീഡ് സൂചിപ്പിക്കാനാണ്. ഇപ്പൊ നമ്മളിവിടെ ഡ്യൂറേഷൻ ഓഫ് ടൈം പറഞ്ഞു, ഇത്ര ഒരു ഡ്യൂറേഷൻ കാണിക്കാനാണ്. അതുപോലെ തന്നെ ഒരു പീരീഡ് കാണിക്കാനാണ് പറയുമ്പോൾ എന്താ, നമുക്ക് ഡ്യൂറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഡ്യൂറിംഗ് എന്താ നമ്മൾ ഉപയോഗിക്കാം? ഇപ്പൊ ഈ ക്ലാസ് എങ്ങനെയാണ് പറയൂ? പറയൂ, ഇപ്പൊ ഞാൻ വേണമെങ്കിൽ പറയാം. എന്താ, യു ഫെൽറ്റ് ബോറിംഗ് ഡ്യൂറിംഗ് ദ ക്ലാസ് എന്ന് പറഞ്ഞ കറക്റ്റ് ആണോ? പറയൂ. യു ആൾ ഫെൽറ്റ് എന്താ, ബോർഡ് ഡ്യൂറിംഗ് ദ ക്ലാസ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? നോമ്യ പിന്നെ എന്താ പിന്നെ റെസ്പോണ്ട് ചെയ്യാത്തെ? പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പൊ? you all take the notes during the class എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ക്ലാസ്സിനൊക്കെ ഒരു ടൈം ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 11:30 to 12:30 ആണ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം. അതായത് ഡ്യൂറിംഗ് പീരീഡ് ആണത് അല്ലെ. ഈ പീരീഡിനുള്ളിലാണ് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തത് എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. you all take the notes during the class അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പീരീഡ് പറയുമ്പോൾ നമ്മൾ ഡ്യൂറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാം, ഇപ്പൊ ഡ്യൂറിംഗ് ദി എക്സാം യു കനോട്ട് സ്പീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ആ എക്സാമിന് ഒരു പെർട്ടിക്കുലറി കറക്റ്റ് ഒരു പീരീഡ് ഉണ്ട്. 10 AM to 1 PM ആയിരിക്കാം അല്ലെ. അപ്പൊ ഒരു കറക്റ്റ് ഒരു എന്താ പീരീഡ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അത് പറയാനായിട്ട് നമ്മൾ ഡ്യൂറിംഗ് ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഒരു ഫിലിം കാണാൻ പോയി നിങ്ങള്, അപ്പൊ എന്താ, he fell asleep during the movie എന്ന് പറയാം. എന്താ, സിനിമയുടെ ആ സമയത്ത് എന്താണ് അവള് ഉറങ്ങി, ഡ്യൂറിംഗ് ദ മൂവി. അപ്പൊ ആ മൂവിക്ക് ഒരു എന്താണ് കറക്റ്റ് ഒരു പെർട്ടിക്കുലറി ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ പീരീഡ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഡ്യൂറിംഗ് ആണ് യൂസ് ചെയ്യുക. ഡ്യൂറിംഗ് ക്ലിയർ ആണ് എല്ലാവർക്കും? ഒരു പീരീഡ് ഇത്ര ടൈം അല്ലെ ഇത്ര പീരീഡ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്യൂറിംഗ് യൂസ് ചെയ്യുന്നത്. അതെ, ഇപ്പൊ നമുക്ക് മഴക്കാലം ഉണ്ട് അല്ലെ, ഇപ്പൊ വെക്കേഷൻസ് ഉണ്ട്, സമ്മർ ടൈം ഉണ്ട്. ഇതൊക്കെ ഡ്യൂറിംഗ് പീരീഡ് ആണ്. ഇത്ര മന്ത് മുതൽ ഈ മാസം വരെയാണ് നമുക്ക് എന്താ ഇവിടെ സമ്മർ എന്ന് പറയാം അല്ലെ. മേ ബി ഒരു മാർച്ച് ടു മെയ് വരെ നമുക്കിവിടെ സമ്മർ ആണ്. അപ്പൊ അതൊരു പീരീഡ് ആണ് അല്ലെ. അപ്പോ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ അവിടെ ഡ്യൂറിംഗ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡ്യൂറിംഗ് ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? യെസ് മിസ്, മനസ്സിലായി. 2-3 എക്സാമ്പിളൂടെ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എഴുതിക്കോളൂ. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. ഡ്യൂറിംഗ് ദ എക്സാം യു കനോട്ട് സ്പീക്ക്. എന്താണ് ഇവിടെ എക്സാമ്പിൾ? ഒരു കറക്റ്റ് എക്സാക്ട്ലി ഒരു പീരീഡ് ഉണ്ട്, ഒരു ടൈം, ഒരു സ്കെഡ്യൂൾ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ഏതാ? ഷീ കെപ്റ്റ് ടോക്കിംഗ് ടു മീ ഡ്യൂറിംഗ് ദ മൂവി. ഷീ കെപ്റ്റ് talking to me during the movie. മിസ് ഇപ്പൊ പറഞ്ഞോട് പറയാമോ? She kept talking. എന്താണ്, സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ അവൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു. അപ്പൊ she kept talking to me during the film. അടുത്തത് I take notes during the class. I take notes during the class. First example, during the exam you cannot speak. During the exam you cannot speak. Not first പറഞ്ഞത്. Next she kept talking to me. Kept, K-E-P-T, kept. Keep in the past ആണ് kept. She kept talking to me during the film or movie. You can ഒന്നും പറഞ്ഞേ, അത് ഫുൾ ആയിട്ടില്ല. during the examന്റെ ടൈമില് സംസാരിക്കരുതെന്നാ പറഞ്ഞത്. During the exam you cannot speak. During the exam you cannot speak.
Second one, she kept talking to me during the film. Third one, I take notes during the class. I take notes during the class. Okay, clear ആയോ? യെസ് മാം. അപ്പൊ ഡ്യൂറിങ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായി. ഇപ്പൊ തന്ന എല്ലാ പ്രിപ്പോസിഷൻസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് മനസ്സിലായില്ല എല്ലാവർക്കും? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലാസ് ക്ലിയർ അല്ലേ? ക്ലാസ്സിലൊന്ന് പരമാവധി ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് വരും ഭയങ്കര ബോർ ആയിക്കോളൂ. ഓക്കെ, ക്ലിയർ ആയി മാം. ക്ലിയർ ആണ്. ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണേ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഇങ്ങനെ ഇരിക്കരുത് ആരും. ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, യെസ് മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. മാം